ബക്കറ്റ് പിരിവ് നടത്തിയ 1 രൂപ പോലും നിനക്ക് തരില്ല. അത് മാത്രല്ല, വീട് വെച്ചെന്നുള്ള വാഗ്ദാനങ്ങളും ഞങ്ങളങ്ങ് പിൻവലിച്ചു. നീ നിന്റെ തോന്നിവാസല്ലേ കോടതിയിൽ പോയി വിളിച്ചു പറഞ്ഞത്? പിന്നെ ഞങ്ങൾ എന്തിനാ നിന്റെ കൂടെ നിൽക്കുന്നത്? നിന്റെ കൂടെ നിന്ന നാട്ടുകാരും സമരക്കാരും ഞങ്ങളും എല്ലാവരും ഇപ്പോ വിഡ്ഢികളായില്ലേ എന്ന് ചോദിക്കാണ്. ശരണ്യ ചോദിക്കുന്നുണ്ട്, മേഡം, ഞാൻ സത്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിനിപ്പോ എന്താണ് പ്രശ്നം? എന്നെ പോലെ തന്നെ ആ ഊരാക്കുടുക്കിൽ വന്ന് പെട്ടുപോയ അയാളെ രക്ഷപ്പെടുത്തിയത് ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? തെറ്റ് ചെയ്യാത്ത ഒരാളെ അതിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത് വലിയ തെറ്റാണോ മേഡം എന്ന് ചോദിക്കാണ്. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. നിന്റെ തോന്നിവാസം പോലെ നീ പ്രവർത്തിച്ചോ. പക്ഷെ ഞങ്ങളാരും ഇനി നിന്റെ കൂടെ കാണില്ല എന്ന് പറയുമ്പം ആരും വേണ്ട, ദയവ് ചെയ്ത് എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ശരണ്യയുടെ അച്ഛനോട് അവൾ പറയുന്നുണ്ട്, കേട്ടോ മകളുടെ അഹങ്കാരം കേട്ടോ, അവക്ക് ഈ കിട്ടിയൊന്നും പോരാ. അവളുടെ അഹങ്കാരം കൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ടും അവള് തെല്ല് ഒതുങ്ങുന്നുണ്ടോ നോക്കിക്കേ. അവക്ക് പിരിവ് വേണ്ട പോലും, അവക്ക് വീടും വേണ്ടാന്ന്. വേണ്ട, ഒന്നും വേണ്ട. എന്താ നിങ്ങൾക്ക് ആ ബാലചന്ദ്രൻ വാരിക്കോരി തന്നോ എന്ന് ചോദിക്കാണ്. മേഡം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അയാളെ കണ്ടിട്ട് കൂടിയില്ല. എന്നിട്ടാണോ ഇവളീ വർത്താനമൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവരോടൊന്ന് പോകുന്നുണ്ട്. നിനക്ക് സമാധാനമായല്ലോ, അവര് നമുക്ക് വേണ്ടി പിരിവ് നടത്തിയിരുന്നവരാ. എത്ര രൂപ നമുക്ക് കിട്ടിയേനെ? നിന്റെ സഹോദരങ്ങളുടെ പഠിപ്പിന്റെ കാര്യം തീരുമാനമായേനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീടും ഒന്ന് ശരിയാക്കി തരാന്നൊക്കെ അവര് പറഞ്ഞതല്ലേ? വേറെ വീട് വെച്ച് തരാന്ന് അവര് പറഞ്ഞതല്ലേ? എല്ലാം നീ നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കാണ്. അച്ഛാ, എന്റെ മാനത്തിനും അഭിമാനത്തിനും അവരിട്ടിരിക്കുന്ന വിലയാണ് അത് കിട്ടിയാല് അച്ഛന് സമാധാനാവോ? അച്ഛൻ എന്നെക്കാളും വലുത് പണമാണോ എന്ന് ചോദിക്കാണ്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഇനി ആളുകളുടെ മുഖത്തേക്ക് ഇറങ്ങി നോക്കേണ്ടത് ഞാനാ. ഒരു കല്യാണത്തിനോ ഒരു കയർത്താമസത്തിനോ ഒന്നും നമ്മളെ ഇനി വിളിക്കില്ല. എല്ലാവരും നമ്മളെ ഒതുക്കി നിർത്തും എന്ന് പറയുന്നുണ്ട്. അച്ഛാ, ആ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് പോയത് അച്ഛൻ കേട്ടതല്ലേ? എനിക്കൊരു ഗവൺമെന്റ് ജോലി അവർ വാഗ്ദാനം ചെയ്തിരുന്നു. അതെന്ത് ജോലിയാ അച്ഛാ? ഒരു തൂപ്പുകാരി, അതും മന്ത്രിമാരുടെയൊക്കെ ഗസ്റ്റ് ഹൗസിലെ തൂപ്പുകാരി. പീഡിപ്പിക്കപ്പെട്ടവളായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയാലേ അവരെന്നെ അവിടെ നന്നായി നോക്കൂന്നാണോ അച്ഛൻ കരുതിയത്? അവിടെ ഞാൻ പീഡനത്തിന് ഇരയാകേണ്ടി വരും. അതൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ആ ജോലി തന്നെ വേണ്ടെന്നാ തോന്നിയത്. കുഞ്ഞുനാള് മുതലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അച്ഛൻ അറിയില്ലേ? ഒരു ഡോക്ടർ ആവണമെന്നല്ലായിരുന്നോ എൻ്റെ ആഗ്രഹം? എൻ്റെ നശിച്ച സമയം, എൻ്റെ ആ ഒരു ഒറ്റ തീരുമാനം കൊണ്ടാ എൻ്റെ ലൈഫ് ആകപ്പാടെ മാറിപ്പോയത്. ഹരിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരുന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനല്ലെന്ന് പിന്നീടാ മനസ്സിലായത്. അപ്പോഴേക്കും എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ഇല്ലേ? +2നും അതുപോലെ മുഴുവനും നല്ല മാർക്കോട് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടച്ചാ. അതിനുശേഷം എനിക്ക് മെഡിസിൻ പഠിക്കാൻ പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ, മെഡിസിന് പഠിക്കാൻ അതിന് പൈസ എന്തിയേ? ഉണ്ടാകുന്നതൊക്കെ ഇപ്പോൾ കോടതിക്കും മറ്റുമായിട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത്രയും കാലം അവർ ചെലവാക്കി, ഇനി അവർ ഒരു പോലും തരുമെന്ന് മോള് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അച്ഛൻ പോകുന്നുണ്ട്. അമ്മേ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പണമാണോ ആവശ്യം? എൻ്റെ മനസ്സമാധാനമല്ലേ ആവശ്യം? എൻ്റെ മനസ്സമാധാനം അയാൾ പോയിരുന്നേനെ. അയാളെ ജയിലങ്ങനെ ആക്കിയെന്നെങ്കിൽ എൻ്റെ മനസ്സമാധാനം മൊത്തം പോയേനെ. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അലീനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ശരണ്യ പറയുന്നുണ്ട്. ശേഷം അലീന ബാലിന്റെ അടുത്തേക്ക് പോവാണ്. ബാലിനപ്പോ വളരെ ഹാപ്പിയാണ്. തന്റെ മകൻ തിരിച്ചിറങ്ങി വന്നല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോ അലീന പറയാണ്, അച്ഛാ, ആകെപ്പാടെ പ്രശ്നങ്ങളാ. എന്താ മോളെ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് ശരണ്യയുടെ കാര്യാ. അവളെന്നെ വിളിച്ചിരുന്നു, ഇനി അങ്ങോട്ടേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞു. അവിടെ ആകെപ്പാടെ കോളനിക്കാരും എല്ലാരും ഇളകി നിൽക്കാ. പാവ കുട്ടീനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുക. നാട്ടുകാരെല്ലാം വന്ന് ആ കുട്ടിയെ ചോദ്യം ചെയ്തു. നീ എന്തിനാ അയാളുടെ പേര് പറയാതിരുന്നത്? ആ ബാലചന്ദ്ര മുതലാളി നിനക്ക് കാശ് തന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഒരുപാട് അപമാനിച്ചു. അതുപോലെ പാർട്ടിക്കാർ വന്നിട്ട് ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കില്ല, ബക്കറ്റ് വീട് നടത്തിയ കാശ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരും കുറെ വഴക്ക് പറഞ്ഞിട്ട് പോയി. അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ആ പാവത്തിലെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരെയും എതിർത്തിട്ടല്ലേ നമ്മൾ രോഹിയെ അവൾ രക്ഷപ്പെടുത്തിയത്. നന്നായി പഠിക്കുന്ന കുട്ടിയാച്ചാ. 10ാം ക്ലാസ്സിനൊക്കെ നല്ല മാർക്കാ. +2നും നല്ല മാർക്ക് കിട്ടും തന്നെയാ അവളുടെ പ്രതീക്ഷ. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആ പാവത്തിന്റെ ആഗ്രഹം. എന്നാൽ ഇനി പഠിപ്പിക്കാനൊന്നും വിടുന്നില്ല, ഇവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു അവളുടെ അച്ഛൻ. ആകെപ്പാടെ അങ്ങനെ വിഷയമായി.
പാർട്ടിക്കാരാണെങ്കിലോ അവൾക്കൊരു സർക്കാർ ജോലി ഓഫർ ചെയ്തിരുന്നു, ഏതോ ഒരു ഗസ്റ്റ് ഹൗസ് തൂക്കാൻ. അത്രയും പഠിച്ച നല്ലൊരു കുട്ടിയല്ലേ, 18 വയസ്സായതല്ലേ ഉള്ളൂ. അവളെ ഇപ്പോഴേ ആ ഒരു ജോലിക്കൊക്കെ ഇറക്കേണ്ട കാര്യമുണ്ടോ? നന്നായി പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാമല്ലേ. പക്ഷേ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല അച്ഛാ. പാവം ആ കുട്ടി വിളിച്ചിട്ട് നല്ല കരച്ചിലാ. എന്നെ വിളിക്കുന്നറിഞ്ഞ അവർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അവരറിയാതെയാ എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ ചെന്ന് അവളെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് അവളിങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരും ആ പോലീസുകാരും എല്ലാവരും ഭയങ്കര ബഹള. ഞാനിനി ആ ഏരിയയിലേക്ക് പോലും അടുക്കാൻ പാടില്ലെന്നാ ഷർണെ പറഞ്ഞത്. ആരുടെയെങ്കിലും കൈ കിട്ടിയാ എന്നെ ശരിയാക്കൂന്ന് അവൾ പറഞ്ഞിരിക്ക. എന്തായാലും ഷർണെ അങ്ങനെ പറഞ്ഞല്ലോ, നീ അങ്ങോട്ടിനി പോവണ്ട. ആദ്യം ഉണ്ടായ അനുഭവം നീ മറന്നിട്ടില്ലല്ലോ. അന്ന് രക്ഷിക്കാൻ ആ ഷാജി വന്നു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നീ ഇപ്പോ അവരെല്ലാം കണ്ണിലെ കരടാ. ഈ രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ അവിടെ ചെന്നാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇനി നീ അങ്ങോട്ട് പോവണ്ട, അത് സേഫ് അല്ല. അച്ഛാ, പാവ ശരണയാ, അവള് സത്യം പറഞ്ഞതിന്റെ പേര് അവിടെ കിടന്ന് അനുഭവിക്കാം. മോളെ, ഈ ശരണയുടെ അച്ഛനെ അമ്മേനെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് ബക്കറ്റ് വീട് കിട്ടില്ല, വീട് വെച്ചാലും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. അവർക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അച്ഛാ. അവര് ഒന്നാമതേ അയാളൊരു പ്രായമായ മനുഷ്യനാ. അയാൾക്കങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല. ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്താണ് ജീവിച്ചു പോണത്. അപ്പോ ഈ ഒരു സഹായമൊക്കെ കിട്ടിയാല് മക്കളുടെ ജീവിതം സേഫാക്കാന്ന് അയാൾ കരുതി കാണും. അതായിരിക്കും കാരണം എന്ന് പറയാണ്. അങ്ങനെ ഷർണയോട് ചോദിച്ച് ഷർണ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ ബാലൻ വാങ്ങിക്കാണ്. ബാലൻ ഷർണയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. ഹലോ, പ്രഭാകരനല്ലേ? അതെ, ആരാന്ന് ചോദിക്കുമ്പം ഞാന് ബാലചന്ദ്രനാണ്, രോഹിത്തിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. എന്റെ മകളെ ദ്രോഹിക്കാൻ വേണ്ടി കൂട്ടുവന്നാണല്ലേ അവൻ എന്ന് പറയാണ്. ബാലൻ പറയുന്നുണ്ട്, അവൻ പക്ഷേ നിങ്ങളുടെ മകളെ ഉപദ്രവിച്ചില്ലല്ലോ. ആ സമയത്ത് അവനെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. പോലീസിനെ വിളിക്കാൻ അവൻ ഫോണൊക്കെ നോക്കിയപ്പോ അവര് ഫോണും വാങ്ങി വെച്ചു. അതാ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാണ്. നിങ്ങളുടെ മകൾ ഒരു സത്യമല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയും അവൻ്റെ ജീവിതമാണ് രക്ഷപ്പെട്ടത്. അതെങ്കിലും നിങ്ങൾക്കൊന്ന് ഓർത്തൂടെ എന്ന് പറയുമ്പം മിണ്ടി പോകരുത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി അയച്ചല്ലേ ഈ പണിയൊക്കെ ഒപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ നാട്ടുകാരനെ പാർട്ടിക്കാരെ ഒന്നും മുഖത്ത് നോക്കാൻ വയ്യാത്ത അവസ്ഥയായി ഞങ്ങൾക്ക്. വെള്ളിലേക്കിപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ വയ്യ. അതുപോലെ ആളുകളെല്ലാം ഞങ്ങളെ തുറച്ചു നോക്കുക. അവർക്ക് വേണ്ടി സംസാരിച്ചവരെല്ലാം ഇപ്പം തിരിഞ്ഞ് സംസാരിക്കുകയാണ്. ഞങ്ങളിനി എന്ത് ചെയ്യുന്ന ഞങ്ങൾക്കറിയില്ല. ഈ കുട്ടിയെ കൊണ്ട് ഞങ്ങളിനി എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? ആകെപ്പാടെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ. നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടല്ലോ. പണത്തിന് മേലെ കിടന്ന് ഉറങ്ങുന്നവരല്ലേ നിങ്ങൾ എന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയാണ്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ടേക്ക് എന്നാൽ ശരിയാവില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ മകള് അവളെ പാവാ. അവള് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ചവളാ. അവൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങളുടെ മകൾ അങ്ങനെ സത്യം പറഞ്ഞില്ലാന്നെങ്കിൽ ഉറപ്പായും എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തേനെ. എൻ്റെ മകൻ്റെ ജീവനാ ഇപ്പം നിങ്ങളുടെ മകൾ രക്ഷിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളെന്ന് കാണണം. നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞങ്ങൾ വരില്ല. അങ്ങനെ നിൻ്റെയൊക്കെ വാതിൽക്ക് വന്ന് നിൽക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. എൻ്റെ മോളെ പീഡിപ്പിക്കാൻ കൂട്ടുന്നവനാ നിൻ്റെ മകൻ. അവൻ്റെ മുമ്പിലേക്ക് ഒരിക്കലും ഞാൻ വരില്ല എന്ന് പറയാണ്. ബാലൻ പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ നിങ്ങളെ വേറെ ദുരുദ്ദേശത്തോടെ വിളിക്കുന്നതല്ല. ദയവ് ചെയ്ത് നിങ്ങൾ വരണം. ഇനി എന്തായാലും പാർട്ടിക്കാരും പോലീസുകാരും നിങ്ങൾ പറഞ്ഞ കേൾക്കില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. അവർക്ക് ആവശ്യം നിരപരാധിയായ ഒരു പയ്യനെ കൂടി ആ കൂടെ ചേർക്കാന്നുള്ളതായിരുന്നു. പക്ഷെ നിങ്ങളുടെ മകൾ സത്യമായി പ്രവർത്തിക്കുമെന്ന് ആരും മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ സംരക്ഷണത്തിന് ആരും വരില്ല. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒന്ന് കേൾക്കോ, ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് വരുമോ എന്ന് ചോദിക്കാണ്. ആ ഓട്ടക്കാരൻ ഷാജിക്ക് എൻ്റെ വീടറിയാം, അയാളോട് പറഞ്ഞാൽ മതി, അയാൾ ഇങ്ങോട്ട് കൊണ്ടാക്കും എന്ന് പറയാണ്. എന്നും പറഞ്ഞ് ബാലൻ ദയവ് ചെയ്ത് എല്ലാവരും കൂടി വരണം എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. ഈ സമയത്ത് ഗോപനും അതുപോലെ ഗോപൻ്റെ അമ്മയും കൂടി അച്ഛനരികിലേക്ക് വരാണ്. ആരാച്ച, എന്താ പ്രശ്നം? അത് പിന്നെ അയാളാ, ആ രോഹിതനച്ഛൻ, ആ സ്വർണ്ണക്കടയുടെ മുതലാളിയില്ലേ ബാലചന്ദ്രൻ, അയാളെന്താ ഇപ്പോൾ നമ്മളെ വിളിച്ചത് എന്ന് ഗോപൻ ദേഷ്യത്തോടെ ചോദിക്കാണ്. അതാ മോനെ ഞാനും ചോദിച്ചത്, അയാൾക്ക് നമ്മളെ എന്ത് കാണണമെന്ന്. ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ടൊന്ന് ചെല്ലാവെന്നാ ചോദിക്കുന്നത്. എന്തിനാ? അയാളുടെ കാൽ കീഴെ പോയി വീഴാനോ? അതിനൊന്നും ഒരാവശ്യമില്ല. നമ്മൾ പോവണ്ട. അയാൾ പറഞ്ഞത് അയാളുടെ മകൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ പെൺകുട്ടിയാണ്, നമ്മുടെ മോളാണ്. ഇനി പാർട്ടിക്കാരും പോലീസുകാരും ഒന്നും അതിൻ്റെ പേരിൽ നമ്മളെ ഇനി തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് ഒന്നവിടെ വരെ ചെല്ലാവോ എന്ന് ചോദിച്ചിരിക്കാം. എന്താ ഞാൻ പറയണ്ടേ എന്ന് ചോദിക്കാണ്.
അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, ഇനി നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതം ആകെപ്പാടെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുക. നമ്മൾ ജീവിതം വഴിമുട്ടി. ഇനി നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല. അവളുടെ പഠിത്തം എല്ലാം അവസാനിക്കാൻ പോവാ. ഇവർ പഠിത്തം എല്ലാം ഈ നാട്ടുകാരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തുക. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും ഇനി നല്ലത്. നമുക്ക് എന്തായാലും അയാൾ പറഞ്ഞിടത്ത് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അമ്മ പറഞ്ഞത് അയാളുടെ കാൽക്കൽ പേര് വീഴണമെന്നാണോ? അയാൾ തരുന്ന പിച്ചക്കാശ് വാങ്ങിക്കണമെന്നാണോ അമ്മ പറഞ്ഞത്? മോനൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ നാട്ടുകാർ ഇത് മൊത്തം പിരിവെടുത്തല്ലേ ആ പാർട്ടിക്കാർ നമുക്ക് പണം തരാമെന്ന് പറഞ്ഞത്, വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത്, നമ്മളുടെ മോക്ക് ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഇപ്പം ചിന്തിക്കുമ്പോഴും അതും ഒരു പിച്ചക്കാശിനല്ലേ മോനെ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശരണ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛാ, ഞാനെല്ലാം കേട്ടു. അവര് അത്രയ്ക്കും കുഴപ്പക്കാരൊന്നും അല്ല. ആ ചെറുക്കൻ ഹരിയുടെ കൂടെ കൂടിയാ ഇങ്ങനെ ഓരോ തെറ്റുകളിലേക്ക് വന്നത്. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. അന്നെന്നെ രക്ഷിക്കാനായിട്ട് ആ പയ്യൻ ശ്രമിച്ചതാ. പക്ഷേ ഹരി അവനെ മുറിക്കകത്തിട്ട് ടോയ്ലറ്റിലിട്ട് പൂട്ടി. അത് മാത്രമല്ല, അവന്റെ ഫോണും പിടിച്ചു വെച്ചു. അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളല്ലേ പറഞ്ഞത് ബക്കറ്റ് വില നടത്തി കാശ് കിട്ടും, അങ്ങനെ കാശ് കിട്ടും, വീട് കിട്ടും എന്നൊക്കെ. അതൊക്കെ ഇനി കിട്ടില്ല അച്ഛാ. നിങ്ങൾ തന്നെ കണ്ടതല്ലേ പാർട്ടിക്കാർ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി. ഈ നാട്ടുകാർ മുമ്പിൽ ഇനി ജീവിക്കാനാവില്ല. എവിടെയെങ്കിലും പോയി എനിക്ക് പഠിക്കണം, നമുക്ക് വേറെ എങ്ങോട്ടും നാട്ടിൽ നിന്ന് പോവാച്ചാ എന്ന് പറയുമ്പം മോൾ എന്താ പറഞ്ഞേ? വേറെ എവിടെ പോയി നമ്മൾ എങ്ങനെ ജീവിക്കും? വേറെ എന്തെങ്കിലും ജോലി അച്ഛൻ അറിയില്ല മോളെ, ഈ ഒരു തൊഴിലേ അച്ഛൻ അറിയുള്ളൂ എന്നൊക്കെ പറയാണ്. ഗോപം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല. നിങ്ങൾ പോയിട്ട് എന്താ വെച്ചാൽ കാണിച്ചോ. അയാളുടെ കാൽക്കീഴപ്പ് വീഴാണെന്നും എന്നെ കിട്ടില്ല. അയാൾ വലിയ കാശുകാരനായിരിക്കും. നക്കാപ്പിച്ച് തരുന്നത് വാങ്ങിച്ചോണ്ട് നിങ്ങൾ പോരെ, ഞാൻ വരില്ല എന്ന് പറയാണ്. ഷർണി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോണത് അയാളുടെ നക്കാപ്പിച്ച് വാങ്ങിക്കാനല്ല ഏട്ടാ. അവിടെ പോയിട്ട് അയാളുടെ ഭാഗത്ത് എന്താണെന്നുള്ളത് കേൾക്കണം. അത് മാത്രമല്ല, അവിടെ രോഹിത്തുണ്ട്. രോഹിത്തിനെ കണ്ടിട്ട് എനിക്ക് 2 വർത്താനം പറയണം. എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റില്ലായിരുന്നോ എന്ന് എനിക്ക് ചോദിക്കണം എന്നൊക്കെ പറയാണ്. പറ്റുവാണെങ്കിൽ നല്ല 2 അടിയും കൊടുക്കണം എന്നൊക്കെ ഷർണി പറയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ കയറി അങ്ങനെ അയാളുടെ മകനെ തല്ലുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, എങ്കിലും ഗൂഢാലോചനയിൽ അവൻ പങ്കെടുത്തിരുന്നു. അവസാന നിമിഷം എന്നെ രക്ഷിക്കാൻ നോക്കിയല്ലോ, അതുതന്നെ വലിയ കാര്യമെന്ന് ഷർണി പറയാണ്. എനിക്ക് അരിന ചേച്ചിയെ ഒന്ന് കാണണം എന്ന് പറയാണ്. അങ്ങനെ ഓട്ടോറിക്ഷ വണ്ടിക്ക് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി വീടും പൂട്ടി ഇറങ്ങാണ്. ഈ സമയത്ത് അവിടെ വന്ന് അയൽവക്കത്തുള്ളവർ ചോദിക്കാണ്, അല്ല വീടും പൂട്ടിയിട്ട് എല്ലാവരും എങ്ങോട്ട് പോവാ? അത് പിന്നെ കുട്ടിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, നല്ല പനിയുണ്ട്, എല്ലാവരും കൂടി അതിനാണ് പോണത്. അതെ, അതിന് പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഷാജിയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോൾ ഷാജി ഊണം കഴിഞ്ഞിരിക്കുകയായിരിക്കും. നമുക്ക് ടൗൺ വരെ ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരാട്ടാ എന്ന് പറയാണ്. അങ്ങനെ വണ്ടിയിൽ ഷാജി വണ്ടി എടുക്കുന്നുണ്ട്. ഇവർ വണ്ടിയിലും കയറണം എല്ലാവരും. പോകുന്ന വഴിക്ക് ഷാജി പറഞ്ഞിട്ടുണ്ട്, അല്ല എങ്ങോട്ടാ? അത് പിന്നെ ആ ആലിയ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നില്ലേ, അവളുടെ ആ ജോലി ചെയ്യുന്ന വീട്ടിലേക്കാ. ഓ, ബാലചന്ദ്രൻ്റെ വീട്ടിലേക്കാണോ? എന്തായാലും മോളെ നീ ചെയ്താൽ ശരി. ആ പയ്യൻ തെറ്റിയാൻ വന്നെങ്കിലും അവൻ തെറ്റിയാതെ പോയല്ലോ. മോളെ രക്ഷിക്കാനൊരു ശ്രമം നടത്തിയല്ലോ. അപ്പോൾ മോളുടെ മനസാക്ഷിക്ക് ഉതകുന്ന രീതിയിൽ മോളെ പറഞ്ഞില്ലേ, അത് തന്നെയാ ശരി, അതായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയാണ്. എൻ്റെ പൊന്ന് പ്രഭാകരേട്ടാ, ഈ വന്ന പാർട്ടിക്കാരെല്ലാം നിങ്ങളെ രക്ഷിക്കാനാണെന്നാണോ നിങ്ങൾ കരുതിയത്? അതൊന്നുമല്ല. ഇപ്പം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു അതിജീവിതയാണ് നമ്മുടെ ശരണ്യ. അവളെ വെച്ച് കുറേ കാശുണ്ടാക്കുക. അവളുടെ പേരിൽ അവരിവിടെ മാത്രമല്ല എത്ര സ്ഥലങ്ങളിൽ നിന്ന് ബക്കറ്റ് വീട് ഉണ്ടെന്നറിയാവോ? കടകളിൽ നിന്നും സ്വർണ്ണക്കടയിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അവർ ബക്കറ്റ് വീട് നടത്തുന്നുണ്ട്. അതിൽ 1/3 ഭാഗവും അവർ തന്നെ എടുക്കും, ബാക്കിയേ ഇങ്ങോട്ട് തരുള്ളൂ. നിങ്ങൾക്ക് വീട് വെച്ച് തന്ന് അത് അവരുടെ പാർട്ടിക്കാണ് നേട്ടമുണ്ടാകാൻ പോണത്. അതും പറഞ്ഞുകൊണ്ട് അവർ കുറെ വോട്ട് പിടിക്കും. അല്ലാതെ നമുക്കതിൽ പ്രയോജനമൊന്നുമില്ല. നമ്മളുടെ മകളുടെ ഭാവിയാണ് ഇതുവഴി തൊലഞ്ഞു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അവൾക്കൊരു ജോലി ഓഫർ ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു, അതും ഗസ്റ്റ് ഹൗസിൽ. അതൊക്കെ ഒരുപാട് ചീത്ത സ്ഥലമാച്ചാ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതിനെക്കുറിച്ചൊക്കെ. അതിനൊക്കെ പിന്നിൽ ഒരുപാട് പെൺമാണിപ്പക്കാരും അങ്ങനെ പലവരും ഉണ്ട്. നമ്മുടെ പെൺകുട്ടി ഇപ്പോൾ അതിജീവിതയല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം എന്നും പറയാന് ഇവർക്കൊക്കെ ഒരു തോന്നലുണ്ട്. കാശുകാരുടെ വീട്ടിലെ പെങ്കൊച്ചാണെന്നെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഇടപഴകുന്നത്. നമ്മളുടെ കയ്യിൽ പണമില്ലല്ലോ, നമ്മൾ പാവങ്ങളല്ലേ. അതുകൊണ്ടാ ഈ പാർട്ടിക്കാരും പോലീസുകാരും ഒക്കെ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും മോള് ചെയ്താൽ ശരി. ഒരു നിരപരാധീനെ മോള് ശിക്ഷിക്കാൻ വിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മോളുടെ കൂടെയാ എന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോണേ? അറിയില്ല, ആ ബാലചന്ദ്രൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു. എന്തിനാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല.
അയാള് കേട്ടെടുത്തോളം ഒരു നല്ല മനുഷ്യനാ. ഞാൻ അന്വേഷിച്ചിരുന്നു. ആ അലീന അവിടുത്തെ വേലക്കാരിയായിട്ടും അയാളെ സ്വന്തം മകളെ പോലെയാണ് ആ പെൺകുട്ടിയെ കണക്കാക്കുന്നത്. അത് മാത്രല്ല, അയാൾക്ക് വേറെ 2 പെൺകുട്ടികളുണ്ട്. പിന്നെ വലിയ തറവാട്ടുകാരാ. അയാള് ഭയങ്കര കഠിനാധ്വാനിയും ഭയങ്കര നല്ല മനസ്സുള്ള ആളുവാ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. മോളെ കൊണ്ട് അവിടെ ചെന്നാലും അങ്ങനെ കാര്യമായി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനുണ്ടല്ലോ കൂടെ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ ഷാജിയെയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരും ആ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് ചെല്ലാണ്. അലീന പുറത്തേക്ക് വന്ന് നോക്കുമ്പം ശരണയെ കാണുന്നുണ്ട്. ശരണയെ കണ്ടപാടെ അലീന അവിടെ നിന്ന് ഓടി വരികയാണ്. ശരണേനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവളും കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ, നീ എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നിട്ട് അലിനയുടെ ശരണയുടെ അച്ഛനോട് പറയാണ്, സത്യമായിട്ടും ഞാൻ അവളോട് പറയണമെന്നും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഞാൻ നിരപരാധിയാ. നിങ്ങളെല്ലാവരും എന്നെ സംശയിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഗോപന്റെ ഓമനക്കുട്ടിന്റെ മുഖമൊക്കെ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുകയായിരിക്കും. എല്ലാവരും അകത്തേക്ക് കയറി വാ എന്ന് പറയാണ്. അവർ മടിച്ചു നിൽക്കുമ്പോൾ ഷാജിയേട്ടനും കൂടി വാ എന്ന് പറയുകയാണ്. വേണ്ട, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വന്നും പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പം അവരോട് ഇരിക്കാൻ പറയാണ്. അലീന അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ബാലൻ അവരെ കൂടെ വന്നിരിക്കുന്നുണ്ട്. പ്രഭാകരനോട് വന്നിട്ട് ബാലൻ പറയാണ്, നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചതിൽ എനിക്ക് അങ്ങോട്ടൊന്ന് കാണണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനിവിടെ വന്നാൽ ആകെപ്പാടെ പ്രശ്നമാവും. പാർട്ടിക്കാരോ പോലീസുകാരൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് പണം തരാൻ വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവരില്ലാത്ത വിഷയം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത്. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാണ്. ഗോപനാണെങ്കിലോ ആകെപ്പാടെ കലിമുണ്ട് ഇരിക്കായിരിക്കും. ഈ സമയത്ത് ശരണ എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ വരികയാണ്. കൈ കൂപ്പിക്കൊണ്ട് ശരണ പറയുന്നുണ്ട്, മോളെ, ഞങ്ങളോട് ക്ഷമിക്കണം. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മോനും നിന്റെ ഇതിലൊരു പങ്കാളിയായി പോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് മോള് ക്ഷമിക്കണം എന്ന് പറയാണ്. സാരമില്ലങ്ങൾ, അവസാന നിമിഷം എന്നെ രക്ഷിക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. എന്നെ ഉപദ്രവിക്കാതെങ്കിലും ഇരുന്നല്ലോ, അതുതന്നെ വലിയ കാര്യം. എന്തേ രോഹിണി എന്ന് ചോദിക്കാണ്. അവൻ ആകെപ്പാടെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയില. ആ മുറി തന്നെയാ. ഭക്ഷണം കഴിപ്പോ ഒന്നുമില്ല, ഉറക്കം പോലും ഇല്ല. ആ മുറിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല. മാനസികമായി തകർന്ന അവസ്ഥയില എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണയും ബബിതയും വരികയാണ്. ഇത് എൻ്റെ 2 പെമ്മക്കളാ, കൃഷ്ണയും ബബിതയും എന്ന് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ശരണയ്ക്ക് സംഭവിച്ചത് എൻ്റെ മക്കൾക്കായിരുന്നെങ്കിലും നിങ്ങളുടെ അതേ മാനസികാവസ്ഥയിലായിരുന്നേ ഞാനും. അതുകൊണ്ട് തന്നെയാ നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഈ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ആ പാർട്ടിക്കാരൊന്ന് പറഞ്ഞ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. അവസാന നിമിഷം വരെ എൻ്റെ മോൻ പുറത്തിറങ്ങുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഈ മോളുടെ നല്ല മനസ്സാ അതിന് കാരണം. മോളങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ ഞാൻ. ഈ ഒരു കാര്യം അറിയുന്നെങ്കിൽ ഉറപ്പായും പിന്നെ ഞാൻ ജയിലിനോടൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ അച്ഛനോടും അമ്മയോടും ഒക്കെ ബാലൻ തൻ്റെ മകൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയാണ്. അതിനുശേഷം ബാലൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചു ചേർത്തി ഓഫർ ഒന്നാണെന്നൊന്നും ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഇത് സ്വീകരിക്കണം എന്ന് പറയുമ്പം അച്ഛൻ പറയാണ്, വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. പാർട്ടിക്കാര് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിരസിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ വിളിക്കണമെന്ന് കരുതി ഞാൻ ഇരിക്കായിരുന്നു. ദയവ് ചെയ്ത് ഇത് വാങ്ങിക്കണം എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇദ്ദേഹം തരുന്നത് നിങ്ങൾ വാങ്ങിക്കണം. അത് നിങ്ങളുടെ മകളുടെ മാനത്തിൻ്റെ വിലയല്ല, ഞങ്ങളുടെ രോഹിത്തിൻ്റെ ജീവൻ്റെ വിലയാ. നിങ്ങൾ തിരിച്ചു തന്നത് ഞങ്ങളുടെ രോഹിത്തിൻ്റെ ജീവനാ. ആ കോളനിയിൽ നിങ്ങളുടെ താമസം ഇനി എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഗോപന്റെയും ഓമനക്കുട്ടനെയും അവളുടെയൊക്കെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ? വെറും ഒരു ഗസ്റ്റ് ഹൗസിലെ തൂപ്പുകാരിയാക്കാനല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തിക്കൊണ്ട് വന്നത്. നല്ല കഴിവുള്ള കുട്ടിയാ. അവൾക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? അത് ചെയ്തു കൊടുക്കണം. അതാ വേണ്ടത്. അവള് ഒരു ഡോക്ടർ ആവണം, അല്ലാതെ വെല്ലോറ കീഴെ പോയി തൂപ്പുകാരിയായിട്ട് അവളുടെ ജീവൻ നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഇത് വാങ്ങിക്കണം എന്ന് പറയാണ്. ബാലൻ ശരണ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ, ദേ ഇത് ടൗണിലുള്ള എൻ്റെ ഒരു കടമുറിയുടെ താക്കോല. അതിന് മുതൽ മോളുടെ സ്വന്താ. മോളുടെ പേരിലേക്ക് ഞാനത് എഴുതിയിട്ടുണ്ട്. ഇവിടെയല്ല, കുറച്ച് ദൂരെയാ. മോളുടെ അച്ഛന് അവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാം. അത് മാത്രമല്ല, അതിന് തൊട്ടടുത്ത് തന്നെ ടൗണിലായിട്ട് തന്നെ നല്ലൊരു വീടുണ്ട്. നല്ലൊരു വീടാ. ആ വീട് ഇനി മുതൽ മോൾക്ക് സ്വന്താ. അത് പിന്നെ ഇനി മുതൽ
ആ കോളനിയിൽ താമസം മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം ആളുകൾ കൂകി വിളിക്കുകയും ഓരോന്ന് ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യും. മോക്കത് കാണുമ്പോൾ വലിയ വിഷമാവും. അതൊന്നും വേണ്ട, ടൗണിലുള്ള ഈ വീടെന്ന് പറഞ്ഞാൽ വലിയ 2 നില വീടാ. അതിനി മോക്കുള്ള സ്വന്തം മോളുടെ പേരിലേക്ക് ഞാനത് മാറ്റി എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, മോളിനി മെഡിസിൻ പഠിപ്പിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. മോള് നന്നായി പഠിക്കുമെന്ന് ഷർണെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി മോളുടെ പഠിത്തമൊക്കെ എൻ്റെ വകയാ. ഞാൻ മോളെ സ്പോൺസർ ചെയ്യാം, മോള് നന്നായി പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കടയുടെ താക്കോലും ആ വീടിന്റെ താക്കോലും ബാലൻ അവരെ ഏൽപ്പിക്കുകയാണ്. ഷർണെ അച്ഛനമ്മയെ നോക്കുമ്പം അവരൊന്നും മിണ്ടുന്നില്ല. ദയവ് ചെയ്ത് ഇതിന്റെ ദാനമാണെന്നോ ഔദാര്യമാണെന്നോ ഒന്നും വിചാരിക്കണ്ട. എൻ്റെ മകന്റെ ജീവന്റെ വിലയാണെന്ന് കരുതിയാൽ മതി. കാരണം എൻ്റെ മകൻ ജയിലിലേക്ക് സ്ഥിരമായി പോയി കഴിഞ്ഞാൽ ഉറപ്പായും എനിക്ക് 3ാമത്തെ അറ്റാക്ക് ഉണ്ടായനെ. അതോടുകൂടി ഒരിക്കലും ഇനെ ഈ ബാലേന്ദ്രൻ ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ 3 മക്കളും അനാഥരായി പോയനെ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ശരണയാ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഇനി അവകാശപ്പെട്ടതാ. മോള് നന്നായി പഠിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം, ഒരു ചതിക്കുഴി ഇനിയിപ്പോൾ വീഴരുത് എന്നൊക്കെ പറയാണ്. ആ ഹരിയാണല്ലോ എല്ലാത്തിനും ചെയ്തത്. അവന് തക്കതായ ശിക്ഷ തന്നെ കോടതിയിൽ മോളെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ശരണ്യ ഇതെല്ലാം അയാളുടെ കയ്യിൽ നിന്ന് ബാലന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഓമനക്കുട്ടനും ഗോപനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവരുടെ വീടിന്റെ അവസ്ഥയും അച്ഛന്റെ അവസ്ഥയെല്ലാം അവർക്ക് മനസ്സിലാവും. ബാലൻ പറയാണ്, അത് മാത്രല്ല, ഇതുകൂടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാഗ് നിറയെ പണം കൊടുക്കാണ്. വേണ്ട, ഞങ്ങൾക്കിത് ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ആവശ്യത്തിന് നിന്നു. നല്ലൊരു വീടും നല്ലൊരു കടമുറിയും എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം നിങ്ങൾ നൽകി. ഇതെല്ലാം പാർട്ടിക്കാർ നൽകാമെന്ന് പറഞ്ഞിരുന്നതാ. പക്ഷേ അവസാന നിമിഷം അവർ കൈയൊഴിഞ്ഞു. എൻ്റെ ഗതികേട് കൊണ്ടാ അതെല്ലാം വാങ്ങിക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാനൊരു രോഗിയാ. ഏത് നിമിഷവും എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. എൻ്റെ 3 മക്കളും വഴിയാതായി പോരെന്ന് കരുതിയിട്ടാ പാർട്ടിക്കാരെ കൊണ്ടുവന്ന ഓഫറൊക്കെ ഞാൻ സ്വീകരിക്കാമെന്ന് കരുതിയത്. അല്ലാതെ എൻ്റെ മകളെ വിറ്റ് കാശുണ്ടാക്കണമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എൻ്റെ അവസ്ഥ കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും 3 മക്കളുടെ അച്ഛനല്ലേ, എനിക്കതൊക്കെ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ വാങ്ങിച്ചോ, ഒരു പ്രശ്നമില്ല, ദയവ് ചെയ്ത് ഇത് വാങ്ങിക്കണം. ഇല്ല, ഞങ്ങളിത് വാങ്ങിക്കില്ല എന്ന് പറയുമ്പം ദയവ് ചെയ്ത് ഇത് വാങ്ങിക്കുമെന്ന് പറയാണ്. അപ്പോൾ അച്ഛനാണെങ്കിലോ ഇത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ അയാളുടെ കയ്യിൽ നിന്നും ഒരു ചെക്ക് എഴുതി നമ്മുടെ അനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മോളുടെ അച്ഛന് ബിസിനസ് തുടങ്ങാനുള്ള പൈസയാ, ഇത് മോള് വാങ്ങിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ നോക്കാണ്. വേണ്ട മോളെ, ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികമായി. ഇത് നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് പോലും എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുക. മോളെ ഇല്ലാതാക്കാൻ കൂട്ടുന്നതിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ ബാലൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ, ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. അവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രത്യുപകാരം മാത്രം. ഇത് തന്നെങ്കിലേ എൻ്റെ മനസ്സിൽ സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാ മോളിത് വാങ്ങിക്കുന്നു പറഞ്ഞ് ശരണ്യ കയ്യിൽ വെച്ച് കൊടുക്കാണ്. മോളുടെ അച്ഛന് ബിസിനസ് തുടങ്ങാനുള്ള പൈസയായത്. ഇത് വെച്ച് ബിസിനസ് തുടങ്ങണം, നിങ്ങൾ നന്നായി ജീവിച്ച് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണയും അച്ഛനമ്മയൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഷാജി ചോദിക്കുന്നുണ്ട്, അല്ല അവരെന്ത് പറഞ്ഞു? അത് പിന്നെ മോളുടെ പേരിലേക്ക് ഒരു വീടും ഒരു കടമുറിയൊക്കെ അയാൾ എഴുതി വെച്ചു. മോളെ മെഡിസിൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഷാജി പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇയാൾ നല്ലൊരു മനുഷ്യനാ. ആ പാർട്ടിക്കാർ വന്ന് നിങ്ങളുടെ പേരിൽ കുറെ പേർന്ന് കാശ് മേടിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല. എന്തായാലും ഇവളെ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലോ, അതിന് അയാളുടെ വലിയ മനസ്സ് എന്ന് പറയാണ്. അങ്ങനെ ഷാജി ഇവനെ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട്. അങ്ങനെ ശരണയൊക്കെ ഇപ്പം 1-2 ആഴ്ചയൊക്കെ കഴിയാണ്. ഈ സമയം കോളനിയിലെ സംഭവങ്ങളൊക്കെ അതിരൂക്ഷമാവാണ്. എല്ലാവരും ഇവരോട് മിണ്ടാതാവുകയും ഒരു ചടങ്ങിനെ വിളിക്കാതെയും അതുപോലെ ഇവരെ കാണുന്നിടത്തെല്ലാം വെച്ച് അപമാനിക്കുകയും കടയിലൊക്കെ പോകുമ്പം ഇവരെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സാധനങ്ങളൊന്നും തരില്ല എന്നൊക്കെ പറയുകയും ഇവർ വല്ലാണ്ട് അപമാനിക്കുകയും ചെയ്യാണ്. അങ്ങനെ പ്രഭാകരനും ഭാര്യയും മക്കളും എല്ലാവരും അവിടെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കഴിയാണ്. എങ്ങനെയെങ്കിലും ആ വീട് അവിടുന്ന് മാറി താമസിക്കാൻ തന്നെ ഇവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഷാജിയെ വിളിച്ചൊരു കാര്യങ്ങളെല്ലാം പറയാണ്. ഷാജിയുടെ കൂടെ ബാലൻ എഴുതി തന്ന ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ വീട് കാണുമ്പോൾ ശരണയും അച്ഛനുമൊക്കെ ഞെട്ടിപ്പോവാണ്. അതുപോലെ വലിയൊരു 2 നില വീടാണ് കേട്ടോ. അതിലും ടൗണിൽ തന്നെ വലിയൊരു വീടാണ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നുണ്ട്. എന്തായാലും ശരണയ്ക്കും വലിയ സന്തോഷമാണ്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും എല്ലാം വളരെ സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഷാജിയും കുട്ടി ആ കടമുറിയൊക്കെ കാണുന്നുണ്ട്. ടൗണിന്റെ ഒത്ത നടുക്കായിട്ട് തന്നെയാണ് കേട്ടോ കടമുറി. അങ്ങനെ അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ കണ്ണാടിപ്പാറ കോളനിയിൽ നിന്നും എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച്
ആ വീടിനും സ്ഥലവും ആർക്കെങ്കിലും വിൽക്കാനായിട്ട് ഷാജിനെ ഏൽപ്പിച്ചിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. അതോടുകൂടി അവർക്ക് സമാധാനമായി. കാരണം ആ കോളനിയിൽ എല്ലാവരും ഒരു പുച്ഛത്തോടെ നോക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒരുമാതിരി ദേഷ്യത്തോടെ നോക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവർക്കൊരു മോചനം കിട്ടിയിട്ടോ. ആ ഒരു വലിയ വീട്ടിലേക്ക് ഇവർ താമസം മാറുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയെന്ന് പറഞ്ഞാലും പാർട്ടിക്കാരുടെ നിന്ന് വീടും അതുപോലെ പണമൊക്കെ മേടിക്കാനിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് ബാലേന്ദ്രൻ ഇതുപോലെ ഒരു ഓഫർ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും മെച്ചപ്പെടാൻ പോവാണ്. അതുപോലെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ശരണയ്ക്ക് എല്ലാ ആവശ്യത്തിനും നല്ല മാർക്കുണ്ട്. അവൾ നല്ലവണ്ണം ജയിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവളെ ബാക്കിയുള്ള കോച്ചിങ്ങിന് അയക്കാനും മെഡിസിൻ ചേർക്കാനും ഒക്കെ ബാലിനും തയ്യാറാവുന്നുണ്ട്.